ക്രൗൺ ചക്ര നമ്മുടെ തലയിൽ ഉച്ചിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, അതായത് തലയോടിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഊർജ കേന്ദ്രമാണ് ക്രൗൺ ചക്ര. ഇത് നമ്മുടെ ശരീരത്തിലെ ഹയസ്റ്റ് എനർജി നിലനിൽക്കുന്ന ചക്രയാണ്. ഈ ചക്രയെ സൂചിപ്പിക്കുന്ന കളർ വയലറ്റ് ആണ്. ക്രൗൺ ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിലുള്ള ലക്ഷണങ്ങൾ നോക്കാം. ഇടയ്ക്കിടെ തലയ്ക്കുള്ളിൽ വേദന വരിക, അതുപോലെ തലയിൽ ഭാരം അനുഭവപ്പെടുന്ന അവസ്ഥ, ഉറക്കക്കുറവ്, ഭയങ്കര ഈഗോ ഉള്ള അവസ്ഥ, ഇതൊക്കെ. ഇനി ക്രൗൺ ചക്ര ഹീലിംഗ് മെഡിറ്റേഷനിലോട്ട് പോകാം. മെഡിറ്റേഷൻ പോസിൽ നിവർന്നിരിക്കുക. ക്ലോസ് യുവർ ഐസ്. ചിത്രത്തിൽ കാണുന്നത് പോലെ മുദ്ര സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ചെറുവിരലുകൾ രണ്ടും കൂട്ടിമുട്ടിച്ച് മുകളിലേക്ക് ഉയർത്തി വെക്കുക. ബാക്കി വിരലുകളെല്ലാം പരസ്പരം ക്രോസ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് 3 or 4 times. നിങ്ങളുടെ മൈൻഡിനെ ക്രൗൺ ചക്രയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്യുക. ദെൻ ഇമാജിൻ ചെയ്യുക, ക്രൗൺ ചക്ര കറങ്ങുവാണ്. ബ്രൈറ്റ് വയലറ്റ് ലൈറ്റ് തെളിഞ്ഞു വരുവാണ്. പതുക്കെ പതുക്കെ പ്രകാശം ബോഡി മുഴുവൻ വ്യാപിക്കുകയാണ്. ഇവിടെ ഓം എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. മെഡിറ്റേഷൻ ടൈം നിങ്ങളുടെ ചോയ്സാണ്. ഇനി ക്രൗൺ ചക്രയുടെ ബ്ലോക്ക് മാറ്റാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ, പുറമേ ചെയ്യാവുന്ന കാര്യങ്ങൾ: 1. നാഡീശോധന പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഡൗട്ടുള്ളവർ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ട്രീ പോസ്, ലോട്ടസ് പോസ് പോലെയുള്ള യോഗാസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. സിമ്പിൾ യോഗാസ് ആണ് ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് കഴുത്തിങ്ങനെ വട്ടത്തിൽ കറക്കി ചുറ്റിയുള്ള ഒരു എക്സസൈസ് ചെയ്യുക. കുറേ തവണ ജമ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി തലയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകുന്നു. ഓക്കെ. അടുത്തത്, തലയുടെ ഏറ്റവും മുകൾ ഭാഗം വിരലുകൾ ഉപയോഗിച്ച് നിങ്ങൾ സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ടെൻഷൻ ഫ്രീ ആകാൻ ഇത് സഹായിക്കും. അതുപോലെ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോയും കൂടും. അതുപോലെ പ്രകൃതിയിൽ അല്പനേരം ചെലവഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി ക്രൗൺ ചക്ര അൺബ്ലോക്ക് ആയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അൺബ്ലോക്ക് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സമാധാനം, സന്തോഷം, ഇതൊക്കെ ഫീൽ ചെയ്യുന്നു. അതുപോലെ നിങ്ങളിൽ ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ആ ഒരു കഴിവ് കൂടിക്കൂടി വരുന്നു. നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ സ്ട്രോങ് ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ചിലപ്പോഴൊക്കെയും നിങ്ങളുടെ ബോഡി മുഴുവൻ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് നിങ്ങൾ കിടക്കുമ്പോഴൊക്കെ. ചിലർക്ക് ക്രൗൺ ചക്രയിൽ കൂടിയ അളവിൽ എനർജി വന്ന് നിറയുന്നത് കാരണം തലവേദന ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഈ ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിലും തലവേദന ഉണ്ടാകും കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.